PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ GK പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഇത് വീഡിയോ 3 ആണ്. വീഡിയോ പാർട്ട് 1ഉം 2ഉം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ കാണാം. ഇത് വീഡിയോ പാർട്ട് 3 ആണ് കേട്ടോ. പുസ്തകം കണ്ണാടിക്ക് മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യം. പുസ്തകം കണ്ണാടിക്ക് മുന്നിൽ പിടിക്കുമ്പോൾ വായിക്കാൻ സാധിക്കാത്തതിന് കാരണം പാർശ്വിക വിപര്യം. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മകണങ്ങൾ ബുൾബുൾസ്. മയിൽപ്പീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മകണങ്ങൾ ബുൾബുൾസ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി എന്തായിരിക്കും? വൃത്താകൃതി ആയിരിക്കും കേട്ടോ. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതി ആയിരിക്കും. മാധ്യമത്തിൻ്റെ ഇലാസ്തിക കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്താൽ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുക? വേഗം കൂടുകയാണ് ചെയ്യുക. മാധ്യമത്തിൻ്റെ ഇലാസ്തികത കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്താൽ ശബ്ദത്തിൻ്റെ വേഗത്തിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? വേഗം കൂടും. സമുദ്രങ്ങളുടെയും ജലാശയങ്ങളുടെയും ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ട്. സമുദ്രങ്ങളുടെയും ജലാശയങ്ങളുടെയും ആഴം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എക്കോ സൗണ്ട്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? സ്ഥിത വൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പാനയ്ക്ക് ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നത് ഏത് ബലം മൂലമാണ്? സ്ഥിത വൈദ്യുത ബലം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0. നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുടെ ക്രമീകരണം നേടിയാണ് സ്ഥിരത കൈവരിക്കുന്നത്? 8. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുടെ ക്രമീകരണം നേടിയാണ് സ്ഥിരത കൈവരിക്കുന്നത്? 8 കേട്ടോ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ ആണ് കേട്ടോ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. അപ്പോൾ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. അലസവാതകങ്ങളുടെ സംയോജകത 0 ആണ് കേട്ടോ. അലസവാതകങ്ങളുടെ സംയോജകത എത്രയാണ്? 0. ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ട ആദ്യ മൂലകമാണ് മെൻഡലീവിയം. ഒരു ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥം പേര് നൽകപ്പെട്ട ആദ്യ മൂലകമാണ് മെൻഡലീവിയം. ഫൈബർ ഒപ്റ്റിക്സ് സാങ്കേതിക വിദ്യ, സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റയർ എർത്ത് മൂലകമാണ് യെറ്റർബിയം. ഫൈബർ ഒപ്റ്റിക് സാങ്കേതിക വിദ്യ, സോളാർ പാനലുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന റയർ എർത്ത് മൂലകമാണ് യെറ്റർബിയം. ആസ്പിരിനിൻ്റെ രാസനാമമാണ് അസറ്റൈൻ സാലിസിലിക് ആസിഡ്. ആസ്പിരിറ്റിൻ്റെ രാസനാമം കേട്ടോ. ആസ്പിരിറ്റിൻ്റെ രാസനാമമാണ് അസറ്റൈൽ സാലിസിലിക് ആസിഡ്. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിലിനെയും തിരിച്ചറിയാൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗ്ലാസ്സാണ് പുമിസ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഗ്ലാസ്സാണ് പുമിസ്. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് ക്ലോറോഫോം. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥമാണ് ക്ലോറോഫോം. പടയണി ആർട്ട് മ്യൂസിയം എവിടെയാണ്? കടമ്മനിട്ടയിലാണ് കേട്ടോ. പടയണി ആർട്ട് മ്യൂസിയം എവിടെയാണ്? കടമ്മനിട്ട. വൃശ്ചിക വ്രതപ്പാട്ട് എന്നുകൂടി പേരുള്ള പാട്ടേത്? ഭദ്രകാളിപ്പാട്ടാണ് കേട്ടോ. വൃശ്ചിക വ്രതപ്പാട്ട് എന്നുകൂടി പേരുള്ള പാട്ടേത്? ഭദ്രകാളിപ്പാട്ട്. മുഖ്യ പാവക്കൂത്തുകാരൻ എന്നറിയപ്പെടുന്ന അവരുടെ പേര് പുലവർ. മുഖ്യ പാവക്കൂത്തുകാരൻ അറിയപ്പെടുന്നത് പേര് പുലവർ കേട്ടോ. ഏത് രസത്തിനാണ് സോപാന സംഗീതത്തിൽ മുൻതൂക്കം? ഭക്തി. ഏത് രസത്തിനാണ് സോപാന സംഗീതത്തിൽ മുൻതൂക്കം? ഭക്തി. ഓട്ടംതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിങ്കിടി. ഓട്ടംതുള്ളലിലെ നർത്തകർ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുന്നയാൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ശിങ്കിടി. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിൻ്റെ പേരാണ് കച്ചമണി. കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിൻ്റെ പേരാണ് കച്ചമണി. ഏത് കലാരൂപത്തെയാണ് കന്നഡ സാഹിത്യകാരന്മാർ ശിവരാമകാരത്ത് പുനരുദ്ധരിച്ചത്? യക്ഷഗാനം. ഏത് കലാരൂപത്തെയാണ് കന്നഡ സാഹിത്യകാരന്മാർ ശിവരാമകാരന്ത് പുനരുദ്ധരിച്ചത്? യക്ഷഗാനം. കേരള ഫോക്ലോർ എന്ന കൃതി രചിച്ചത് ആര്? രാഘവൻ പയ്യനാട്. കേരള ഫോക്ലോർ എന്ന കൃതി രചിച്ചത് ആര്? രാഘവൻ പയ്യനാട്. കമ്മാളരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഐവർകളി കേട്ടോ. കമ്മാളരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഐവർകളി. ചെണ്ടയുടെ നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന തടി പ്ലാവാണ് കേട്ടോ. പ്ലാവിൻ്റെ തടിയാണ് ചെണ്ടയുടെ നിർമ്മാണത്തിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. കാനൺ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. കാനൺ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈത്ത് സിറ്റിയാണ്. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം കുവൈത്ത് സിറ്റി. ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948 കേട്ടോ.
ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. സ്വതന്ത്ര ഇന്ത്യ ദിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത്? ഹോക്കി. 1948 കേട്ടോ. സ്വതന്ത്ര ഇന്ത്യ ദിനത്തിനാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത്? ഹോക്കി. 1948. ഏത് വർഷമാണ് ഒളിമ്പിക്സ് നടന്ന അതേ വേദിയിൽ തന്നെ പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിന് IPSഉം IOCയും തമ്മിൽ ധാരണയായത്? 2001. ഏത് വർഷമാണ് ഒളിമ്പിക്സ് നടന്ന അതേ വേദിയിൽ തന്നെ പാരാലിമ്പിക്സ് സംഘടിപ്പിക്കുന്നതിന് IPCയും IOCയും തമ്മിൽ ധാരണയായത്? 2001 കേട്ടോ. അപ്പോൾ IPCയും IOCയും തമ്മിൽ ധാരണയായത് 2001 കേട്ടോ. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത വർഷം 1934. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത വർഷം 1934. ഏഷ്യ ഗെയിംസിൻ്റെ സംഘാടകർ ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യ. ഏഷ്യ ഗെയിംസിൻ്റെ സംഘാടകർ ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യ. ആദ്യത്തെ സാഫ് ഗെയിംസ് വേദി കാഠ്മണ്ഡു. 1984. ആദ്യത്തെ സാഫ് ഗെയിംസ് വേദി കാഠ്മണ്ഡു. 1984. ആദ്യത്തെ ആഫ്രിക്കൻ ഗെയിംസിന് വേദിയായത് ബ്രാസവില്ലി. 1965 കേട്ടോ. ആദ്യത്തെ ആഫ്രിക്കൻ ഗെയിംസിന് വേദിയായത് ബ്രാസവില്ലി 1965. ഭൂട്ടാൻ്റെ ദേശീയ കായിക വിനോദം അമ്പെയ്ത്ത്. ഭൂട്ടാൻ്റെ ദേശീയ കായിക വിനോദം അമ്പെയ്ത്ത്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ള. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് സാഹിത്യ പഞ്ചാനൻ PK നാരായണപിള്ള. ബൈലാലിൽ വീട് ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബൈലാലിൽ വീട് ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനോട് വളരെയധികം സാദൃശ്യമുള്ള സർ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവൽ ഐവാൻഹോ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിനോട് വളരെയധികം സാദൃശ്യമുള്ള സർ വാൾട്ടർ സ്കോട്ടിൻ്റെ നോവൽ ഐവാൻഹോ. റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രചിച്ച മലയാള സാഹിത്യകാരനാണ് വൈശാഖൻ. റെയിൽവേയുടെ പശ്ചാത്തലത്തിലുള്ള കഥകൾ രചിച്ച മലയാള സാഹിത്യകാരൻ വൈശാഖൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്ക് പ്രചോദനമായ പാലക്കാടൻ ഗ്രാമം തസ്രാക്ക്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിക്ക് പ്രചോദനമായ പാലക്കാടൻ ഗ്രാമം തസ്രാക്ക്. നിളാനദി ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെടുന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ട് മലമ്പുഴയിൽ എന്ന കവിത രചിച്ചതാര്? NV കൃഷ്ണവാര്യർ. നിളാനദി ചങ്ങലയാൽ ബന്ധിപ്പിക്കപ്പെടുന്നതുമായി താരതമ്യം ചെയ്തുകൊണ്ട് മലമ്പുഴയിൽ എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യർ. ഗൗരി എന്ന ചെറുകഥ രചിച്ചത് T പത്മനാഭൻ കേട്ടോ. ഗൗരി എന്ന ചെറുകഥ രചിച്ചത് T പത്മനാഭൻ. നായികയുടെ പേരിൽ പ്രശസ്തി നേടിയ ഏക സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. നായികയുടെ പേരിൽ പ്രശസ്തി നേടിയ ഏക സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കവിത. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കവിത. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. 1907 കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായ രാമചന്ദ്രവിലാസം രചിച്ചത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ഏത് നദിയിലാണ് താഴത്തങ്ങാടി വള്ളം കളി നടക്കുന്നത്? മീനച്ചിലാറിൽ കേട്ടോ. ഏത് നദിയിലാണ് താഴത്തങ്ങാടി വള്ളംകളി നടക്കുന്നത്? മീനച്ചിലാർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവമാണ് ഓണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓണം. ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായി ചന്ദനക്കുടം ഉത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം കേട്ടോ. ഭീമാപ്പള്ളി ഉറൂസിൻ്റെ ഭാഗമായി ചന്ദനക്കുടം ഉത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അതിൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ. ഭീമാപ്പള്ളി ഉറൂസ്. മണ്ണാറശാല ആയില്യം നടക്കുന്ന മാസം തുലാമാസത്തിലാണ് മണ്ണാർശാല ആയില്യം നടക്കുന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ മച്ചാട്ട് മാമാങ്കം എത്ര ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 5. തൃശ്ശൂർ ജില്ലയിലെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ മച്ചാട് മാമാങ്കം എത്ര ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 5. മലയാള മിഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നതാര്? കേരള മുഖ്യമന്ത്രി. മലയാള മിഷൻ്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നതാര്? കേരള മുഖ്യമന്ത്രി. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ഭവൻ്റെ ചെയർമാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി കേട്ടോ. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ഭവൻ്റെ ചെയർമാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ നൃത്തശൈലികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമേത്? ഗുരു ഗോപിനാഥ് നടനഗ്രാമം. കേരളത്തിലെ നൃത്തശൈലികൾ പ്രചരിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമേത്? ഗുരു ഗോപിനാഥ് നടനഗ്രാമം. ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ഗീർണ ശ്രേയ? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടോ. ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആപ്തവാക്യമാണ് ഗീർണ ശ്രേയ? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നോക്കാം. ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും കേട്ടോ. മുറജപം ഭദ്രദീപം എന്നീ ഉത്സവങ്ങൾ നടക്കുന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ. മുറജപം ഭദ്രദീപം എന്നീ ഉത്സവങ്ങൾ നടക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. 12 വിളക്ക് എന്ന ഉത്സവം നടക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കേട്ടോ. 12 വിളക്ക് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ. തൃപ്പൂത്താറാട്ട്
ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കേട്ടോ. തൃപ്പൂത്താറാട്ട് എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. പേട്ടതുള്ളൽ എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കേട്ടോ. പേട്ടതുള്ളൽ എന്നുള്ള ഉത്സവം നടക്കുന്നത് എരുമേലി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ചിത്രാ പൗർണമി എന്നുള്ള ഉത്സവം നടക്കുന്നത് മംഗളാദേവി ക്ഷേത്രം കുമളിയിൽ. ചിത്രാ പൗർണമി എന്നുള്ള ഉത്സവം നടക്കുന്നത് മംഗളാദേവി ക്ഷേത്രം കുമളിയിൽ. മകം തൊഴൽ എന്നുള്ള ഉത്സവം നടക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കേട്ടോ. മകം തൊഴൽ ചോറ്റാനിക്കര ക്ഷേത്രം. ഏകാദശി ഉത്സവം നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രമാണ്. ഏകാദശി ഉത്സവം ഗുരുവായൂർ ക്ഷേത്രം. ഇനി നമുക്ക് കായിക ഇനങ്ങളും കളിക്കാരുടെ എണ്ണമാണ് കേട്ടോ. ബാസ്ക്കറ്റ് ബോളിൽ 5 പേരാണ് ഉണ്ടായിരിക്കുക. ബാസ്ക്കറ്റ് ബോളിൽ 5 പേര്. ബീച്ച് വോളിബോളിൽ 2. ബീച്ച് വോളിബോളിൽ 2 പേര്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇതിൽ 11 പേരാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഹോക്കിയിലും 11 പേര്. റഗ്ബി ഫുട്ബോളിൽ 15 പേര് കേട്ടോ. റഗ്ബി ഫുട്ബോളിൽ 15 പേര്. ലാക്രോസിൽ 12 പേര്. ലാക്രോസ് 12 പേര്. വാട്ടർ പോളോയിൽ 7 പേര്. വാട്ടർ പോളോയിൽ 7 പേര്. കബഡി 7 പേര്. കബഡിയിൽ 7 പേരാണ്. ഹാൻഡ് ബോളിലും 7 പേരാണ് കേട്ടോ. ഹാൻഡ് ബോളിൽ 7 പേര്. അപ്പോൾ വാട്ടർ പോളോ, കബഡി, ഹാൻഡ് ബോളിൽ 7 പേരാണ്. ഐസ് ഹോക്കിയിൽ 6 പേര് കേട്ടോ. ഐസ് ഹോക്കിയിൽ 6 പേര്. ഐസ് ഹോക്കിയിൽ 6 പേര്. പോളോയിൽ 4 പേര്. പോളോ. പിന്നെ ബേസ് ബോളിൽ 9 പേരാണ് കേട്ടോ. ബേസ് ബോളിൽ 9 പേര്. വോളിബോളിൽ 6 പേര്. വോളിബോളിൽ 6 പേര്. ഖോഖോയിൽ 9 പേര്. ഖോഖോയിൽ 9 പേര് കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഒക്ടോബർ 11 GK ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്നുള്ള തൊഴിൽ വാർത്തയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഉൾപ്പെടുത്താനുള്ളത്. തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്